എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കൊഴുക്കട്ടയാണ്. ഒരു മസാല കൊഴുക്കട്ടയാക്കി എടുത്താലോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അതിലേക്ക് ആവശ്യമുള്ള മസാലയ്ക്കായിട്ട് ഒരു ചെറിയുള്ളി, ഒരു 10-15 ചെറിയുള്ളി എടുത്തു. അത് നന്നായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ തക്കാളി, മല്ലിയില, പച്ചമുളകും അരിഞ്ഞെടുത്തു. അത് നമ്മളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് പച്ചമുളക് അരിഞ്ഞെടുത്തു. പിന്നെ ക്യാപ്സിക്കം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ഇടാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മസാല കൊഴുക്കട്ടയല്ലേ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് ചില്ലി, കുറച്ച് എള്ളും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില കേട്ടോ. ഇനി ആക്കി വെച്ച കൊഴുക്കട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയും, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. കൊഴുക്കട്ട 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ പൊടി അതിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇനി കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ഉരുളയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചൊരു വ്യത്യാസമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തു. കൊഴുക്കട്ട ഒന്ന് ആറിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ഒട്ടൽ വരും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടേസ്റ്റി മസാല കൊഴുക്കട്ട റെഡിയായി. മസാല കൊഴുക്കട്ട റെഡിയായി. ഇങ്ങനെ ടൂത്ത് പിക്കിൽ കുത്തി കുത്തി കഴിക്കുക. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കഴിക്കുന്ന കണ്ടില്ലേ, നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അല്ലേ. മസാല കൊഴുക്കട്ട അസലായിരുന്നു. ഒരു പാട്ട് വേഗം പാടും. ഇളനീരഭിഷേകം നറുനെയ്യഭിഷേകം തിരുകൃപ കൊണ്ടഭിഷേകം ദാസന തിരുകൃപ കൊണ്ടഭിഷേകം മണിയോടപ്പൂ പോലെ വിടരുന്നു മാനസം ശിവഭാവ സ്മരണയിൽ സഹസ്രനാമം ഇരുകരത്തൊട്ടാലെ ഇഹ പരജീവിതം പുഴനീന്തി കേറുവാനാവൂ അക്കരെ കൊട്ടിയൂരപ്പ